മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി എത്ര ദാഹത്തോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? ഒത്തിരിയേറെ സങ്കടങ്ങളുള്ളവരുണ്ട്, വേദനയുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, എത്രമാത്രം മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റമില്ലാത്തവർ, ഏത് ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ച് തീരുമാനമെടുക്കാനായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ ഇന്നത്തെ വചനം വലിയ വെളിച്ചം പകരും. നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചോ, നമ്മുടെ രോഗങ്ങളെക്കുറിച്ചോ, നമ്മുടെ പീഡകളെക്കുറിച്ചോ ഒരു പരിഭവവുമില്ലാതെ ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കുന്ന അനേക മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ നോക്കി ഇതാ യേശു വചനത്തിലൂടെ സംസാരിക്കുന്നു. ഈ വചനത്തെ നമ്മൾ ഏറ്റെടുക്കുക. ഈ വചനം എന്നോടാണ് സംസാരിക്കുന്നതെന്ന് ഓരോരുത്തരും തീരുമാനിച്ചുകൊണ്ട് വചനത്തിലേക്ക് കടക്കുക. 1 പീറ്റർ 4:13 ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. മകളെ, പീഡകളും സഹനങ്ങളും വേദനകളും നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ കൈവിട്ടോ, ദൈവം എന്തേ മാറി നിൽക്കുന്നത്, ദൈവം എന്നെ മറന്നുപോയോ എന്നൊക്കെ വിഷമിച്ച് പറയുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഈശോ നമ്മെ നോക്കി പറയുന്നു, മക്കളെ, എൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരായതിൽ സന്തോഷിക്കുവിനെന്ന്. യേശുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നവരെ ഓർത്തുകൊണ്ട് ഈശോ പറയുകയാണ്, ആഹ്ലാദിക്കുവിൻ, സന്തോഷിക്കുവിനെന്ന്. നാം എത്ര ഉന്നതമായ ദൗത്യമാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതിന് തക്കതായ സഹനം നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കും. ശരിയല്ലേ? ശരിയാണ്. എത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ എന്തുമാത്രം ഞാൻ സഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് പറഞ്ഞത്? എത്ര സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, ആ പ്രത്യേകമായിരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എന്തുമാത്രം സഹിക്കുന്നുണ്ടോ എന്നതിനെ നോക്കിയാണ് നമ്മുടെ സ്നേഹം അളക്കേണ്ടത്. സ്നേഹം സകലതും സഹിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൈക്കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധന്മാർ വരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.